ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. മത്തായി 17:21. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നുമില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരു വ്യക്തി തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരികയാണ്. ഈ മകന് ചന്ദ്രരോഗം ബാധിക്കുമ്പോൾ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ മകനെയും കൊണ്ട് ഒരു മനുഷ്യൻ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവ് ഈ മകന്റെ മേലുള്ള ആ ബാധയെ ശാസിച്ച് അവനെ സൗഖ്യമാക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ അവിശ്വാസ നിമിത്തമാണ് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത്, ഈ അത്ഭുതം. അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമാണിത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി മാറിപ്പോകില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാണുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, വിശ്വാസത്താലുള്ള വാക്കുകൾ അത് അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ പ്രാർത്ഥനയും ഉപവാസവും എന്ന് പറയുന്നത് ദൈവത്തെ ചലിപ്പിക്കുന്നതാണ്. അപ്പോൾ വിശ്വാസത്തോടുള്ള വാക്കുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആത്മീക ജീവിതത്തിൽ വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, നമ്മളുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലേക്ക് നോക്കുമ്പോൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ അത് സംഭവിക്കും. ദൈവം പ്രവർത്തിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയെ കേൾക്കുന്നതാണ് ദൈവം. വചനത്തിലെല്ലാം നമ്മൾ വിശ്വാസത്തിന്റെ പ്രാധാന്യം നമുക്ക് പല ഇടങ്ങളിലായിട്ട് കാണുവാൻ സാധിക്കുന്നു. വിശ്വസിക്കുന്നവന് സകലതും കഴിയും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോൾ ഇന്ന് നമ്മളുടെ പ്രതികൂലമായ ജീവിതത്തെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ ആ വിശ്വാസത്തിന്റെ വാക്കുകൾ അത് പ്രവർത്തിക്കും. ഈ മലയോട് അങ്ങോട്ട് നീങ്ങുവാൻ പറഞ്ഞ അങ്ങോട്ട് നീങ്ങുമെന്ന് പറയുന്നത്, എത്ര വലിയ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ അത് സംഭവിക്കും. പ്രതികൂലത്തെ അനുകൂലമാക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മളുടെ നാവ് എന്ന് പറയുന്നത് അത് ആത്മീകമായി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നതായിരിക്കണം. അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നതായിരിക്കരുത്. നിന്റെ ജീവിതത്തിനകത്ത് പോസിറ്റീവായിട്ടുള്ള വിശ്വാസത്തിന്റെ വാക്കുകളാണ് അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നത്. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നതാണ്, നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടാകരുത്. എങ്കിലും പൈശാചിക ബന്ധനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയുവാൻ സാധിക്കുന്നത്, ആ മേഖലകളിൽ പ്രാർത്ഥനയും ഉപവാസവും തന്നെ വേണം. ചില കെട്ടുകളെ അഴിക്കുവാൻ, ചില രോഗങ്ങൾക്ക് സൗഖ്യം വരുത്തുവാൻ എല്ലാം പ്രാർത്ഥനകളും ഉപവാസങ്ങളും ആവശ്യമാണ്. പ്രതികൂലമായ ചില പൈശാചിക ബന്ധനങ്ങളെ അഴിക്കുവാൻ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ്. ഉപവാസം എന്ന് പറയുന്നത് നുകങ്ങളെ തകർക്കാൻ കഴിയുന്നതാണ്. ആത്മീകമായി ചില ബന്ധനത്തിന്റെ നുകങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. പക്ഷേ ഉപവാസത്തിലും പ്രാർത്ഥനയാലും ആ ബന്ധനങ്ങളെ അഴിപ്പാൻ കഴിയും. പ്രാർത്ഥന എന്ന് പറയുന്നത് പൈശാചിക ബന്ധനങ്ങളെ അഴിക്കുവാൻ ശക്തിയുള്ളതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന വിശ്വാസത്തിന്റെ വാക്കുകളാണ്. കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു മലയോട് അങ്ങോട്ട് നീങ്ങുവാൻ പറഞ്ഞാൽ അത് സംഭവിക്കുമോ? അത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത്, നിന്റെ ജീവിതത്തിനകത്ത് മുൻപോട്ട് നോക്കുമ്പോൾ ഒരു വലിയ മല പോലെ നിൽക്കുന്ന ഒരു പ്രതികൂലമുണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് ആ പ്രതികൂലത്തോട് മാറാൻ പറയുമ്പോൾ അത് മാറിപ്പോകും. വിശ്വാസത്തിന്റെ വാക്കുകൾ എത്ര വലിയ പ്രതികൂലത്തെയും മാറ്റിക്കളയുവാൻ ശക്തിയുള്ളതാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു
ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുമ്പോൾ തനിക്ക് ക്ഷീണം കാരണം ഉറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ശിഷ്യന്മാർ പോകുന്ന ആ പടകിൽ യേശു ഉറക്കത്തിന്റെ അനുഭവത്തിലായിരുന്നു. അപ്പോൾ അവിടെ വലിയ ഒരു കാറ്റും തിരമാലയും ഉണ്ടാകുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. കാരണം നമുക്ക് മനസ്സിലാക്കുന്നത്, വലിയ കാറ്റടിക്കുമ്പോൾ, തിരമാലകൾ അടിച്ചു കയറുമ്പോൾ ശിഷ്യന്മാർ ഭയന്ന് പടക് തകരുമോ എന്നുള്ള അനുഭവത്തിലേക്ക് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് അവിടെ കടന്നു വരുന്നതാണ്. അപ്പോൾ ഈ ഭയം മൂലം കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഗുരു, എഴുന്നേൽക്കുക, ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ കാണുന്നില്ലയോ എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഉറങ്ങിയാലും കർത്താവിനറിയാം ഒരനർത്ഥവും വരത്തില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല എന്നത് ദൈവത്തിന്റെ വചനത്തിലുള്ളതാണ്. കർത്താവിനെ ശിഷ്യന്മാർ ആ പടകിന്റെ പ്രതികൂലമായ അനുഭവത്തിൽ ശിഷ്യന്മാർ കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് ഉടനെ എഴുന്നേറ്റ് ഒരു കാര്യം അവിടെ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. കാറ്റെ അടങ്ങുക, കടലെ അടങ്ങുക. അപ്പൊ കാറ്റിനോടും കടലിനോടും അടങ്ങുവാൻ പറയുമ്പോൾ അത് അടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ കർത്താവ് പറയുന്ന ഈ വാക്ക് എന്ന് പറയുന്നത് എന്താണ്? മലകളെ നീക്കുന്ന വിശ്വാസം എന്നതാണ്. നമ്മളുടെ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത്, വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് അങ്ങോട്ട് നീങ്ങുവാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വസിച്ചുകൊണ്ട് നീ എന്ത് പറയുന്നു അത് സംഭവിക്കും. വിശ്വാസത്തിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പടകിന്റെ അകത്തുനിന്ന് എഴുന്നേറ്റ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്. കാറ്റിനോടും കടലിനോടും പറയുന്ന അടങ്ങുക എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഇതാണ് വിശ്വാസത്തിന്റെ വാക്കുകൾ. കർത്താവ് അത് പറയുമ്പോൾ അത് പ്രവർത്തിക്കും, പരിശുദ്ധാത്മാവോടെ പ്രവർത്തിക്കുമെന്നുള്ള വലിയ വിശ്വാസമുണ്ട് കർത്താവിന്. ഇതുപോലെയാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. കാറ്റിന്റെയും കടലിന്റെയും അനുഭവം ഇളക്കമായി നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അതിനെ അടങ്ങുക എന്ന് പറയുമ്പോൾ അത് അടങ്ങും. ജീവിതത്തിൽ ഈശാനമൂലൻ എന്ന് പറയുന്ന കാറ്റടിച്ച് വരുമ്പോൾ അടങ്ങുക എന്ന് പറഞ്ഞാൽ അത് അടങ്ങും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കാറ്റെ അടങ്ങുക, കടലെ അടങ്ങുക എന്നുള്ള ഇതിന്റെ യഥാർത്ഥ മർമ്മം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയുന്നത് സംഭവിക്കും. അതുകൊണ്ട് കർത്താവ് പറയുമ്പോൾ ആ കാറ്റും കടലും അവിടെ അടങ്ങുകയാണ്. നമ്മളുടെ ജീവിതത്തിനകത്ത് ഇവിടെ മനസ്സിലാക്കുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് കാറ്റിന്റെയും കടലിന്റെയും പ്രതികൂലം കയറി വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ജീവിതമാകുന്ന തോണി മുങ്ങുമോ എന്നൊരു അനുഭവം കടന്നു വരാം. കടലിന്റെ ഓളങ്ങൾ ശക്തമാകുമ്പോൾ, കാറ്റിന്റെ ശക്തി വളരെ വലുതാകുമ്പോൾ ഭയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരാം. നമ്മളുടെ ജീവിതവും ഇതുപോലെയാണ്. എന്നാൽ അമരത്തിലിരിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് കാറ്റിനോടും കടലിനോടും അടങ്ങുക എന്ന് പറയുന്നത് പോലെ പ്രതികൂലത്തിലോട്ട് നമ്മൾ മാറിപ്പോകുവാൻ കൽപ്പിക്കുമ്പോൾ അത് സംഭവിക്കും. ഇതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അടയാളം എന്ന് പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് അങ്ങോട്ട് നീങ്ങുവാൻ പറഞ്ഞത് സംഭവിക്കും. വിശ്വസിച്ചുകൊണ്ട് നീ നിന്റെ കൃഷി ഫലങ്ങളിലേക്ക് നോക്കി പറയുമ്പോൾ അത് സംഭവിക്കും. അതുപോലെ രോഗത്തിന്റെ പ്രതികൂലത്തിലേക്ക് പറയുമ്പോൾ അത് മാറി സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നു. ജീവിതത്തിന്റെ സാമ്പത്തിക മേഖലകളിൽ കഷ്ടമുണ്ടെങ്കിൽ അത് മാറുവാൻ പറയുമ്പോൾ അത് സംഭവിക്കും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇവിടെ പറയുന്നത് വിശ്വാസത്തിന്റെ വാക്കുകൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ ഈ ചിന്ത എന്ന് പറയുന്നത്, ആ മലയോട് അങ്ങോട്ട് നീങ്ങുവാൻ പറഞ്ഞാൽ അത് നീങ്ങും എന്നതിന്റെ യഥാർത്ഥ സാരാംശം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ വാക്കുകൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നു എന്നതാണ്. കർത്താവിന്റെ വാക്കുകളാണ് കാറ്റെ അടങ്ങുക, കടലെ അടങ്ങുക. അപ്പോൾ ആ വാക്ക് അതുപോലെ കാറ്റും കടലും അനുസരിക്കുന്നു. ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ വിശ്വാസം എവിടെ? കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മളോട് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ചോദ്യം ചോദിക്കാം.
കാറ്റിന്റെയും കടലിന്റെയും മധ്യത്തിൽ നമ്മൾ ഭാരപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്? കാറ്റിനോടും കടലിനോടും അടങ്ങാൻ പറയുന്നത് പോലെ നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളോട് നീ പറയണം അടങ്ങുവാൻ. വിശ്വാസത്തോടുള്ള വാക്കുകൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഏത് മേഖലകളിലാണ് നമ്മൾ താഴ്ച വന്നിരിക്കുന്നത്, വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ അത് സംഭവിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. എല്ലാ കാര്യത്തിനും ആകാശത്തിന് കീഴെ ഒരു സമയമുണ്ട്. സൂര്യൻ ഉദിക്കുവാനൊരു കാലം, അസ്തമിക്കുവാനൊരു കാലം, എല്ലാത്തിനും അതിൻ്റെതായ കാലമുണ്ട്. ഇതുപോലെ നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ അത് സംഭവിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി മാറിപ്പോവുകയില്ല. അപ്പോൾ ചന്ദ്രരോഗം ബാധിച്ച് തീരും വെള്ളത്തിലും ഈ പൈശാചിക ശക്തിയെ മകനെ തകർക്കാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പൈശാചിക ശക്തി ഒരുപക്ഷെ മാറിപ്പോകണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും കൂടെ ആവശ്യമാണ്. ചിലപ്പോൾ ജീവിതത്തിനകത്ത് ചില പ്രതികൂലങ്ങൾ മാറുന്നില്ലെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥനയാലും ഉപവാസാലും അല്ല ഈ ജാതി മാറത്തില്ലെന്ന് പറഞ്ഞാൽ സാത്താന്യ ശക്തി എന്ന് പറയുന്നത് അത് മാറണമെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ആവശ്യമുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് ചില പ്രതികൂല കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ഇരിക്കുന്നു എങ്കിൽ ദൈവം അത് മാനിക്കും. ഉപവസിക്കുന്നവനെ ദൈവം കൈവിടുകയില്ല, പ്രാർത്ഥിക്കുന്നവനെ ദൈവം കൈവിടുകയില്ല. അതുകൊണ്ട് ദൈവം അവിടെ പ്രവർത്തിക്കും. കടലിന്റെയും കാറ്റിന്റെയും ശക്തിയെ അടക്കുന്നത് പോലെ ദൈവം നമ്മളുടെ ജീവിതത്തിന് പ്രതികൂലത്തിനെ അടക്കും. അതുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ചില മേഖലകളിൽ നമ്മൾ വിടുവിക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മളുടേതായ പൈശാചികമായ എതിർപ്പുകളെ മാറ്റുവാൻ കഴിയുന്നവനാണ് ദൈവം. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ധ്യാനം എന്ന് പറയുന്നത് വിശ്വാസത്തോടുകൂടിയുള്ള വാക്കുകൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് അകത്ത് വരുന്ന മല പോലെയുള്ള പ്രതികൂലം അത് എത്ര വലുതാണെങ്കിലും വിശ്വാസത്തോടുകൂടെയുള്ള വാക്കുകൾ പറയുമ്പോൾ നമ്മളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി ചലിക്കും. കർത്താവ് പറഞ്ഞു, കാറ്റെ അടങ്ങുക, കടലെ ഇറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ അത്ഭുതം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും ദൈവം. അതുകൊണ്ട് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് സൗഖ്യം വരുത്തുന്നതാണ് ദൈവം. ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത് ചങ്ങലകളെ തകർക്കുന്നതാണ്, ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. അപ്പോസ്തലന്മാർ ആരാധിച്ചപ്പോൾ ചങ്ങലകൾ പൊട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. അവർ പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയും. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെയെല്ലാം കണ്ടത്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് അങ്ങോട്ട് നീങ്ങുവാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് മാറിപ്പോകുവാൻ നമ്മൾ വിശ്വാസത്താൽ പറയണം. അപ്പോൾ അത് മാറിപ്പോകും എന്നുള്ളൊരു വലിയ മെസ്സേജാണ് നമുക്ക് ഇന്നത്തെ ഈ ധ്യാന ചിന്തയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയും ഉപവാസവും എന്ന് പറയുന്നത് സാത്താന്യ ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. കാരണം സാത്താന്റെ ബന്ധനങ്ങൾക്ക് മേലും സാത്താന്റെ മേലും അധികാരം നമ്മളുടെ പിതാവായ ദൈവത്തിനാണ്. പഴയ നിയമത്തിലെ ഒരു വാക്യം നമുക്കറിയാം, യഹോവയ്ക്ക് സമനാർ. യഹോവ എന്ന് പറയുന്നത് അതിശക്തനായ ദൈവമാണ്. നമ്മളുടെ ദൈവം പിതാവായ ദൈവമാണ്. ആ പുത്രനായ ദൈവം പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും ആ ദൈവം സാത്താന്റെ ശക്തികളെ വെട്ടിമാറ്റും. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അത്ഭുതങ്ങളെ വിളിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ധ്യാനിച്ച വിശ്വാസത്തിന്റെ വാക്കുകൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുമെന്നതാണ്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.